ഹായ് കൂട്ടുകാരെ, നമ്മുടെ ഓണമൊക്കെ ഇങ്ങെടുത്തു അല്ലേ? അപ്പോൾ നമുക്ക് ഇന്ന് പാലട പായസം ഉണ്ടാക്കാം. നമ്മൾ പലതരത്തിലുള്ള പായസങ്ങൾ നമ്മൾ ഓണത്തിന് ഉണ്ടാക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് പാലട പായസം എളുപ്പത്തിലുണ്ടാക്കാം. അതും കുക്കറിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇതിനു വേണ്ടി ഞാനൊരു കുക്കറിലേക്ക് 1 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് തിളപ്പിക്കാത്ത പാലാണ്. ഇത് ആദ്യം തന്നെ നമുക്ക് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് പാലെടുക്കുകയാണെങ്കിലും തിളപ്പിക്കാത്ത പാലെടുത്താൽ ആദ്യം ഒന്ന് തിളപ്പിച്ചിട്ട് പായസത്തിന് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഞാനിത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇത് ചെറു തീയിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് നമുക്ക് എടുക്കാം. അപ്പോഴേക്കും നമുക്കിതിലേക്ക് ചേർക്കേണ്ട അട നമുക്ക് എടുത്തു കൊടുക്കാം. ഞാൻ 1/2 കപ്പ് അടയാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. അരിയടയാണ് ഇത്. ഇതൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളത്തിലിട്ട് വേവിക്കണം. അതിന് വേണ്ടി ഞാൻ കുറച്ച് വെള്ളം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങാറാകുമ്പോഴേക്കും നമ്മൾ ഈ കഴുകിയെടുത്ത അട നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഈ അടയും വെള്ളവും കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നല്ലവണ്ണം വെട്ടി തിളയ്ക്കണം. ഇത് തിളച്ച് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ചാൽ മതി. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ അട വെന്ത് കിട്ടും. അപ്പോൾ ദേ നോക്കൂ, നമ്മുടെ പാല് ആ സമയമായപ്പോഴത്തേക്ക് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് ഒരു 30 മിനിറ്റ് ചെറു തീയിൽ അടച്ചു വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ച് ഈ പാലൊന്ന് ഒന്ന് കുറുക്കി എടുക്കണം. ഒരു ചെറിയ കളറൊക്കെ മാറി വരും. ആ ഒരു സമയം വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതേ നോക്കൂ, നമ്മുടെ അട റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ട് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വാഷ് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കറിലെ പാല് നല്ലവണ്ണം കുറുകി ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഒരു പിങ്ക് കളറാണ് ഇതിന് കിട്ടിയിരിക്കുന്നത്. ഈ കളറ് തന്നെ വരണം. അപ്പോൾ നമ്മൾ പഞ്ചസാരയും പാലും കൂടെ ചേർത്ത് തിളപ്പിക്കുമ്പോൾ ഈ ഒരു കളർ തന്നെ കിട്ടും കേട്ടോ. ഇനി ഞാനൊരു പരന്ന കുക്കറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഈ പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ അട ഉണ്ടല്ലോ, വേവിച്ച അട, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വേകുന്ന അടയാണിത് കേട്ടോ. അതുകൊണ്ടാണ് തിളച്ച വെള്ളത്തിൽ ഇട്ട് ഇതുപോലെ വേവിച്ചെടുത്തത്. അപ്പോൾ ഞാനത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക്, പാലിലേക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി വേണം നമ്മളിതൊന്ന് വറ്റിച്ച് എടുക്കാൻ. അതിനു മുന്നേ നമ്മളിതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചേർത്ത പഞ്ചസാര നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. മധുരം ഒരുപാട് വേണ്ടാത്തവർക്ക് അത് വേണ്ടെങ്കിൽ വേണ്ടാന്ന് വെക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ചെറു തീയിൽ നമ്മൾ ഇളക്കി കൊടുത്ത് ഇത് കുറുക്കി എടുക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് കുറുകി വരും. നമ്മളിത് കുറുകി വരുമ്പോൾ ആ ഒരു രീതി കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാനിത് ഇടയ്ക്ക് ഇളക്കി ഇതുപോലെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പായസം നല്ലവണ്ണം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് കുറുകി വന്നു തുടങ്ങി, നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റൗ ഓഫ് ചെയ്ത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കുമ്പോൾ ദേ ഈ ഒരു രീതിയിൽ നമ്മുടെ പായസം റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്രാവശ്യം ഓണത്തിന് കൂട്ടുകാർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എൻ്റെ ചാനലൊന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. ഇനി അടുത്തൊരു നല്ല റെസിപ്പിയുമായി കാണാം. ബൈ.